നമസ്കാരം. ആരാധകരുടെ ഏറുനാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം. തിയേറ്റർ വീണ്ടും പൂരപ്പറമ്പാക്കാൻ വീണ്ടും മലയാളത്തിലേക്ക് എക്കാലത്തും വലിയ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നു. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന ചിത്രം വരികയാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് മഹേഷ് നാരായണനാണ്. സിനിമയുടെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കും. ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്ക നായകനായെത്തിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിൽ ലാലേട്ടൻ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. എന്നാലും ഇരുവരും തുല്യ പ്രാധാന്യമുള്ള നായകന്മാരായി അവസാനം ഒന്നിച്ചത് 2020-ലായിരുന്നു. 2008-ലായിരുന്നു ജോഷി സംവിധാനം ചെയ്ത ആ ഒരു ചിത്രം റിലീസ് ചെയ്തത്. എന്നാൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഈ ഒരു ചിത്രത്തിൽ, അതായത് മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 80 കോടി മുതൽ മുടക്കിലാണ് ഈ ഒരു വൻപൻ ചിത്രം എടുക്കാൻ പോകുന്നത്. ലണ്ടൻ, ശ്രീലങ്ക, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായിരിക്കും ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. ഇരുവരും ഒന്നിക്കുന്നതിനെ പറ്റി അടുത്തിടെ വൻ ചർച്ചകൾ നടന്നിരുന്നു. അതിനിടയിലായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള സൂചനയായി ഫോട്ടോസുകൾ പുറത്തുവിട്ടത്. 1982-ൽ നവോദയയുടെ പടയോട്ടം എന്ന ചിത്രത്തിലാണ് മമ്മൂക്കയും ലാലേട്ടനും പ്രധാന വേഷത്തിലെത്തിയ ആദ്യ ചിത്രം. ആ ഒരു ചിത്രത്തിൽ ലാലേട്ടന്റെ അച്ഛനായിട്ടാണ് മമ്മൂക്ക അഭിനയിച്ചത്. അതിനുശേഷം അഹിംസ, വാർത്ത, എന്തിനോ പൂക്കുന്ന പൂക്കൾ, അവിടുത്തെ പോലെ ഇവിടെയും, അടിയൊഴുക്കുകൾ, കരിമ്പിൻ പൂവിൻ അക്കരെ, നമ്പർ 20, മദ്രാസ് മെയിൽ, അതിരാത്രം, കരിയിലെ കാറ്റുപോലെ, ഗാന്ധിനഗർ, സക്കൻ സ്ട്രീറ്റ് തുടങ്ങി 51 സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. പിന്നീട് 1998-ൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ അത് പ്രേക്ഷകർ വലിയ വിജയമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. കൂടാതെ ഇരു താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി 2 രീതിയിൽ സിനിമയുടെ ക്ലൈമാക്സും ചിത്രത്തിന് വേണ്ടി ഷൂട്ട് ചെയ്തിരുന്നു. അത് അന്ന് വലിയ ചർച്ചയുമായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്കയും ലാലേട്ടനും വീണ്ടും ഒന്നിക്കുന്ന ഈ ഒരു മഹേഷ് നാരായണൻ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.